ഹായ് വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആരെയും കൊതിപ്പിക്കുന്ന ഇതിൻ്റെ മണം മതി കേട്ടോ, എല്ലാവരും ഓടി വരും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റും അതുപോലെ തന്നെ ക്രിസ്പിയുമായിട്ടുള്ള പ്രോൺ സ്റ്റിക്ക് ഫ്രൈ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ. അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് ഈർക്കിലിന് രണ്ടറ്റം കാണത്തില്ലേ, അതായത് നമുക്കൊരു കട്ടിയുള്ള ഭാഗം ഉണ്ടാവും, അതുപോലെ നൈസായിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവും. അത് രണ്ടും എടുക്കരുത് കേട്ടോ. ഇതിൻ്റെ മിഡിൽ പോർഷനാണ് നമ്മളിത് എടുക്കുന്നത്. മിഡിൽ പോർഷൻ എടുത്തിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ചെമ്മീൻ്റെ അകത്തോട്ട് ഇങ്ങനെ കുത്തിയെടുക്കുന്നുണ്ടേ. ഇതുപോലാണ് ചെയ്തെടുക്കേണ്ടത്. എല്ലാ ചെമ്മീനും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിനുള്ള മസാലകൾ തയ്യാറാക്കാം. ആദ്യമായിട്ട് തന്നെ വെളുത്തുള്ളി ഞാൻ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ ഇഞ്ചി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിടുന്നുണ്ട്. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് പച്ചമുളക്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട്. കൂടെ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മളതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടുന്നതാണ് നാരങ്ങ നീര്. ഞാനിവിടെ 1/2 നാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലോണം അതിൻ്റെ നീര് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അടുത്ത് വേണ്ടുന്നതാണ് മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് മൈദാമാവ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദാമാവ് ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ വേണ്ടുന്നതാണ് കോൺഫ്ലോർ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒത്തിരി അങ്ങ് കൂടി പോകരുത് കേട്ടോ. നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്താണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത്. ഞാൻ മസാല ആഡ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചെമ്മീനിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചെമ്മീനിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മസാലയൊക്കെ പിടിക്കട്ടെ. നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോരോ ചെമ്മീനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ചൂടായിട്ട് വേണം അത് ആഡ് ചെയ്യാൻ, അതല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടേ. പകുതി ചെമ്മീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വേണം നമ്മൾ മറിച്ച് കൊടുക്കാൻ, അതല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡ് ഏകദേശം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ്. നമുക്ക് പൊടിയാതെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള ചെമ്മീനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല മണം കേട്ടോ, ആരെയും കൊതിപ്പിക്കുന്ന മണമാണ്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിവിടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.